നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 12-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും. എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയമായിരിക്കുന്നതെന്ത്? നീ അവരെ നട്ട് അവർ വേരൂന്നി വളർന്നു ഫലം കായ്ക്കുന്നു. അവരുടെ വായിൽ നീ സമീപസ്ഥനായും അന്തരംഗത്തിൽ ദൂരസ്ഥനായും ഇരിക്കുന്നു. എന്നാൽ യഹോവേ, എന്നെ നീ അറിയുന്നു. നീ എന്നെ കണ്ടു. നിന്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. അറുപ്പാനുള്ള ആടുകളെപ്പോലെ അവരെ വലിച്ചെഴയ്ക്കണമേ. കൊല ദിവസത്തിനായി അവരെ വേർതിരിക്കണമേ. ദേശം ദുഃഖിക്കുന്നതും നിലത്തിലെ സസ്യം ഒക്കെയും വാടുന്നതും എത്രത്തോളം! നിവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നു. ഇവൻ ഞങ്ങളുടെ അന്ത്യാവസ്ഥ കാണുകയില്ല എന്ന് അവർ പറയുന്നു. കാലാളുകളോടുകൂടി ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയമായിരിക്കുന്നു എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? നിന്റെ സഹോദരന്മാരും പിതൃഭവനവും നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു. അവരും നിന്റെ പിന്നാലെ ആർപ്പ് വിളിക്കുന്നു. അവർ നിന്നോട് ചക്രവാക്ക് പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത്. ഞാൻ എൻ്റെ ആലയത്തെ ഉപേക്ഷിച്ചു, എൻ്റെ അവകാശത്തെ ത്യജിച്ച് എൻ്റെ പ്രാണപ്രിയയെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. എൻ്റെ അവകാശം എനിക്ക് കാട്ടിലെ സിംഹം പോലെ ആയിരിക്കുന്നു. അത് എൻ്റെ നേരെ നാദം കേൾപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ വെറുക്കുന്നു. എൻ്റെ അവകാശം എനിക്ക് പുള്ളിക്കഴുകനെ പോലെയോ? കഴുകന്മാർ അതിനെ ചുറ്റിയിരിക്കുന്നുവോ? ചെന്ന എല്ലാ കാട്ടുമൃഗങ്ങളെയും കൂട്ടിക്കൊണ്ട് തിന്മാൻ വരുവീൻ. അനേക ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും എൻ്റെ ഓഹരിയെ ചവിട്ടിക്കളയുകയും എൻ്റെ മനോഹരമായ ഓഹരിയെ ശൂന്യമരുഭൂമി ആക്കുകയും ചെയ്തിരിക്കുന്നു. അവർ അതിനെ ശൂന്യമാക്കിയിരിക്കുന്നു. ശൂന്യമായി തീർന്നതിനാൽ അതെന്നോട് സങ്കടം പറയുന്നു. ആരും ശ്രദ്ധ വയ്ക്കായികയാൽ ദേശം ഒക്കെയും ശൂന്യമായി പോയിരിക്കുന്നു. വിനാശകന്മാർ മരുഭൂമിയെ മുട്ടക്കുന്നിന്മേൽ ഒക്കെയും വന്നിരിക്കുന്നു. യഹോവയുടെ വാൾ ദേശത്തെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിന്നുകളയുന്നു. ഒരു ജഡത്തിനും സമാധാനമില്ല. അവർ കോതമ്പ് വിതച്ച് മുള്ളു കൊയ്തു. അവർ പ്രയാസപ്പെട്ടു, ഒരു ഫലവും ഉണ്ടായില്ല. യഹോവയുടെ ഉഗ്രകോപം നിമിത്തം അവർ തങ്ങളുടെ വിളവിനെക്കുറിച്ച് ലജ്ജിക്കും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന അവകാശത്തെ തൊടുന്ന ദുഷ്ടന്മാരായ എൻ്റെ എല്ലാ അയൽക്കാരെയും കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ അവരെ അവരുടെ ദേശത്ത് നിന്ന് പറിച്ചു കളയും. യഹൂദഗ്രഹത്തെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് പറിച്ചു കളയും. അവരെ പറിച്ച് കളഞ്ഞ ശേഷം ഞാൻ വീണ്ടും അവരോട് കരുണ കാണിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും തിരിച്ചു വരുത്തും. അവർ എൻ്റെ ജനത്തെ ബാലിൻ്റെ നാമത്തിൽ സത്യം ചെയ്യാൻ പഠിപ്പിച്ചതുപോലെ യഹോവയാണ് എന്ന് എൻ്റെ നാമത്തിൽ സത്യം ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ ജനത്തിൻ്റെ നടപടികളെ താൽപ്പര്യത്തോടെ പഠിക്കുമെങ്കിൽ അവർ എൻ്റെ ജനത്തിൻ്റെ മധ്യേ അഭിവൃദ്ധി പ്രാപിക്കും. അവർ കേട്ടനുസരിക്കുന്നില്ലെങ്കിലോ ഞാൻ ആ ജാതിയെ പറിച്ച് നശിപ്പിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ജനത്തെ സിംഹത്തോടും കഴുകനോടും ഉപമിച്ചിരിക്കുന്നു. അതാണ് ഈ 12-ാം അധ്യായം. ഇസ്രായേലിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മൂലം കൃഷിനാശവും മൃഗനാശവും പക്ഷിനാശവും ഉണ്ടായെങ്കിലും ഇസ്രായേൽ പഠിക്കുന്നില്ല. ഇങ്ങനെയുള്ള ദുഷ്ടന്മാരും ദ്രോഹം പ്രവർത്തിക്കുന്നവരുമായ ഇവരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത് എന്ന് യിരെമ്യാവ് ദൈവത്തോട് പരാതിപ്പെടുന്നതാണ് ആദ്യ വാക്യങ്ങൾ. 1-2 വാക്യങ്ങൾ. 3-4 വാക്യങ്ങളിൽ ദൈവം അവരെ നട്ടു നനച്ച് ഫലവത്താക്കിയെങ്കിലും അവർ
അത്തരം കൊണ്ട് മാത്രമാണ്, ഹൃദയം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നില്ല. നാം ചെയ്യുന്നത് ദൈവം കാണുകയില്ല എന്ന് പറഞ്ഞ് ഇവർ പാപത്തിൽ തുടരുന്നു. ഈ ആശയം സങ്കീർത്തനം 73:11 അത്യുന്നതന് അറിവുണ്ടോ? അത്യുന്നതന് ഇത് കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഇവരെ കൊല്ലുവാനുള്ള ആടുകളെപ്പോലെ വലിച്ചിഴയ്ക്കണമേ എന്നാണ് യിരെമ്യാവ് പ്രാർത്ഥിക്കുന്നത്. കാരണം അവർ യിരെമ്യാവിനോട് അങ്ങനെയാണ് പെരുമാറിയതെന്ന് 11-ാം അധ്യായത്തിൻ്റെ 19 എന്നാൽ യിരെമ്യാവിൻ്റെ പരാതിക്കും ദുഃഖത്തിനുമുള്ള ദൈവത്തിൻ്റെ മറുപടിയാണ് 5-ാം വാക്യം. അതിലെ മലയാള തർജ്ജമയിൽ അല്പ പെശകുണ്ട്. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും എന്നത് ശരിയാണ്. എന്നാൽ 2-ാം ഭാഗത്താണ് തെറ്റ്. സമാധാന ദേശത്ത് നിർഭയമായിരിക്കുന്നെങ്കിൽ എന്നല്ല, സമാധാന ദേശത്ത് നീ തളർന്നു പോയാൽ യോർദാൻ്റെ വൻകാട്ടിൽ എന്തു ചെയ്യുമെന്നാണ് ശരിയായ തർജ്ജമ. അതായത് തളരരുത്, നീയും വലിയ ഉപദ്രവങ്ങളാണ് നിന്നെ കാത്തിരിക്കുന്നതെന്നാണ് ദൈവം യിരെമ്യാവിനോട് പറയുന്നത്. 6-ാം വാക്യം, നിന്റെ പിതൃഭവനവും സഹോദരന്മാരും നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു. അത് അനാഥോത്തുകാരുടെ കാര്യമാണ്, അത് പുരോഹിത പട്ടണമാണ്, അവരത് തുടരും എന്നാണ് ദൈവം പറയുന്നത്. 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇസ്രായേലിനെ ദൈവാലയം ഉൾപ്പെടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നു. അവർ കഴുകന്മാരെ പോലെ ഇസ്രായേലിനെ വട്ടമിട്ട് ആക്രമിക്കും. 14-ാം വാക്യം, ഞാൻ ഇസ്രായേലിനെ പറിച്ചു കളയും. യോബിൻ്റെ പുസ്തകത്തിൽ ഞാൻ പറിച്ചെടുക്കും എന്നുണ്ട്. അത് കർത്താവിൽ മരിക്കുന്ന മൃതന്മാരുടെ കാര്യമാണ്. ഇത് കർത്താവ് ഉപേക്ഷിക്കുന്നതാണ്. അതായത് പറിച്ച് എടുത്ത് നശിപ്പിക്കും, പറിച്ചെടുത്ത് കളയും. എന്നാൽ 15-16 വാക്യങ്ങൾ അല്പം ആശ്വാസം നൽകുന്നതാണ്. നിങ്ങൾ അനുദപിക്കുമെങ്കിൽ, മടങ്ങി വരുമെങ്കിൽ ഞാൻ നിങ്ങളെ ഈ ദേശത്ത് മടക്കി വരുത്തും, ഇവിടെ പാർപ്പിക്കും എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കും തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനം തന്നിട്ടുണ്ട്. നമ്മൾ ദൈവത്തെ അറിയുക മാത്രമല്ല, ദൈവം നമ്മെ അറിയുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ആ ദൈവത്തെ ഭയപ്പെടാൻ, കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാം അനുഭവിക്കുന്നവരാണ്, ധാരാളം അനുഭവിച്ചു. ആ ദൈവത്തെയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെയും മറക്കാൻ പാടില്ല. നാം മരണം വരെ നന്ദിയുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ഇതൊന്നൊന്നായി തിരിച്ചെടുക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ദൈവം ഇസ്രായേലിന് നൽകുന്നത്. ഇതൊക്കെ ഇസ്രായേൽ വീഥികളിൽ പ്രസംഗിച്ച യിരെമ്യാവിനെ സ്വന്തക്കാർ പോലും, സ്വന്തം പട്ടണക്കാർ പോലും, അല്ലെങ്കിൽ പുരോഹിത വംശക്കാർ പോലും തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചില്ല, അവർ അത് അംഗീകരിച്ചില്ല. യിരെമ്യാവിൻ്റെ ഉപദേശം തെറ്റാണ്. ദൈവം ഒരിക്കലും ദേവാലയത്തെയും അല്ലെങ്കിൽ ഇസ്രായേലിനെയും ഉപേക്ഷിക്കയില്ല എന്നാണ് അവർ പഠിപ്പിച്ചിരുന്നത്, അവർ വിശ്വസിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമുക്ക് ലഭിച്ച അറിവനുസരിച്ച് സ്നേഹിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അടികിട്ടും. അപ്പൻ സ്നേഹിക്കുന്ന മക്കളെയാണ് ശിക്ഷിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് ഇബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് പഠിക്കുവാൻ ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.